ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. ഇടിയപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തണുത്ത ശേഷം നമുക്ക് നന്നായി ഞണ്ടി ഇടിയപ്പത്തിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. നന്നായിട്ട് ഇതേപോലെ ആക്കണം. ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ആക്കി എടുത്ത് വയ്ക്കാം. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇതിലാണ് ഞാൻ ആക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇടിയപ്പത്തിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഉണ്ടല്ലേ, ഇതിലേക്ക് തേങ്ങ ഇട്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇഡലി തട്ടിലേക്ക് വെച്ച് ആവിയേറ്റി വേവിക്കുക. ഞാൻ എല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇത് വേവണം. വേവുന്നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്താന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടേ, നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ചിക്കൻ കറിയുടെ കൂടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയൊരു വിഭവമായിട്ട് വരുന്നവരെ ബൈ ബൈ.